വെൽക്കം ബാക്ക് ടു റിയൽ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഇന്ത്യൻ ബൈക്ക് റൈഡിങ് 3D ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ അവസാനിപ്പിച്ചൊരു പാർട്ട് ഉണ്ടായിരുന്നു ഗൈസ്. റൊണാൾഡോ ഇൻ കേരള ഷോറൂം ഉദ്ഘാടനത്തിനാണ് റൊണാൾഡോ വന്നത്. അപ്പോൾ അത് നമ്മൾ മറന്നുപോയി. അതിൻ്റെ ബാക്കി ചെയ്യാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. റൊണാൾഡോ ഇൻ കേരള പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്കൂളൊക്കെ തുറന്നുകൊണ്ട് അതിൻ്റെ പുറകെ പോയി ഒരാഴ്ച 2 ആഴ്ച യൂട്യൂബ് അക്കൗണ്ട് ആക്റ്റീവ് അല്ലായിരുന്നു. പുതുതായിട്ട് കാണുന്നവരെല്ലാവരും വീഡിയോ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് റൊണാൾഡോ പറഞ്ഞു റൊണാൾഡോയ്ക്ക് പോകുന്നിടം വരെ ആ വീഡിയോ വേണമെന്ന് ഗൈസ് നമ്മൾ കൊടുത്ത. അതുകൊണ്ടാണ് ഗൈസ് നമ്മളിവിടെ. പിന്നെ ഇന്നലെ നമ്മൾ റൊണാൾഡോ വിട്ട് വരുന്ന വഴിക്ക് നമ്മളെ ഒരു വണ്ടി ഇടിച്ചു. റൊണാൾഡോ മെയിൻലി 2-3 കാര്യത്തിനാണ് വന്നത്. ഒന്ന് ഷോറൂം ഉദ്ഘാടനം, പിന്നെ റൊണാൾഡോയ്ക്ക് 2 ആഗ്രഹമുണ്ട്. ഈ നാട്ടിലെ ട്രെയിനെ ട്രാവൽ ചെയ്യണമെന്നും പിന്നെ ജുറാസിക് പാർക്കിൽ പോകണമെന്നും നമ്മളെ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ആക്സിഡൻ്റായി. അത് കടയിൽ കൊടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണം. പൈസ നമ്മൾ കണ്ടോ, വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓണറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത്ര നേരത്തിനൊരു വണ്ടി വേണമായിരുന്നു എന്ന്. പൈസ നമുക്ക് നേരെ പോകാം ഗൈസ്. ചേട്ടാ ഒരു 5 മിനിറ്റ് ആ വണ്ടി ഇങ്ങ് വരൂ. ഒരു 5 മിനിറ്റേ ഉള്ളൂ. ചേട്ടാ എന്താ ചേട്ടാ? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് എന്നല്ലേ? ബ്രദറെ വണ്ടി എന്തിനാ നിനക്ക് തന്നൂടെ? തരത്തില്ലെങ്കിൽ ഞാൻ അടിക്കും. നീ പോടോ. പൈസ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം ഗൈസ്. ആരുടെ വണ്ടിയാന്ന് ചോദിച്ചാൽ ആരുടെ വണ്ടിയാന്ന് നമുക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. വണ്ടി ഇടിച്ചു ഗൈസ്. സാരമില്ല ഗൈസ്, നമുക്ക് ഈ വണ്ടിയും കൂടെ വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കാം. നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ വണ്ടി ഇങ്ങെടുക്കാം. വീണ്ടും ഇടിച്ച് ഏതാണ്ടൊക്കെ പൊട്ടി ഗൈസ്. അപ്പോൾ ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഈ സ്പ്ലെൻഡറാന്ന് തോന്നുന്നു വർക്ക്ഷോപ്പുകാർ നമുക്ക് വേണ്ടി വെച്ചത്. അപ്പോൾ ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞാൻ അകത്ത് കയറി ഒന്ന് ചോദിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ വർക്ക്ഷോപ്പുകാർ പറഞ്ഞു അത് നമുക്ക് വേണ്ടി വെച്ചേക്കുന്ന സ്പ്ലെൻഡറാന്ന്. നമുക്കതെടുത്ത് റൊണാൾഡോയുടെ നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. റൊണാൾഡോ വണ്ടിയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നെന്ന് അറിഞ്ഞു ഗൈസ്. നമുക്കൊന്ന് പോയി ഏതൊക്കെയാണ് വണ്ടികളൊന്നും നോക്കിയിട്ട് വരാം ഗൈസ്. നമുക്ക് നേരെ പോകാം ഗൈസ്. നല്ല 10-25 ലക്ഷത്തിൻ്റെ വണ്ടി ഓടിച്ച നമ്മളാണ് ഇപ്പോൾ സ്പ്ലെൻഡർ ഓടിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. ഈ സാധനമൊക്കെ എന്തിനുണ്ടാക്കി വെച്ചേക്കുക? ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി പോകാം നമുക്ക്. അപ്പോൾ എയർപോർട്ടിനടുത്തായിട്ട് അതുകൊണ്ട് അപ്പോൾ നമുക്കിപ്പോൾ റൊണാൾഡോ നമുക്ക് ട്രെയിൻ ടിക്കറ്റൊക്കെ റൊണാൾഡോയോട് സംസാരിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞ് നമുക്ക് റൊണാൾഡോ ട്രെയിനെ കൊണ്ടുപോയി പിന്നെ ഇപ്പോൾ ടൈം 1 മണിയായി. ഫുഡ് ഞാൻ കഴിച്ചു. റൊണാൾഡോ കഴിച്ചിട്ട് നമുക്ക് വേണം ജുറാസിക് പാർക്കിൽ പോകണം. ആദ്യം ട്രെയിനിൽ പോയി ഇച്ചിരി നേരം ട്രെയിനെ അടുത്ത് വരെ കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് ജുറാസിക് പാർക്ക് വരെ നമുക്ക് ട്രെയിനിൽ പോവാം. അത് കഴിഞ്ഞ് പാർക്കിൻ്റെ അവിടെ നമുക്കൊരു വണ്ടി സെറ്റ് ചെയ്ത് തരാനും പറയാം. പേസ് നമ്മൾ വീടെത്താറായി ഗൈസ്.
ഗൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡ്രിഫ്റ്റ് ആയതാ ഗൈസ്. പോലീസ് സ്റ്റേഷനാ, സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണിയാ ഗൈസ്. ഗൈസ് നമുക്ക് ഈ വണ്ടി സൈഡിലോട്ടെങ്ങാനും കൊണ്ടുപോയി പാർക്ക് ചെയ്യാം ഗൈസ്. ഗൈസ് അയ്യോ, നമ്മൾ നമ്മുടെ വീടിനകത്ത് അടിച്ചിട്ട് റൊണാൾഡോ എന്തേ ആവോ. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടൊന്ന് വിളിച്ച് നോക്കാം ഗൈസ്. റൊണാൾഡോ ഇമ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ ബൈക്സും കാറൊക്കെ ഇതാണോ അറിയത്തില്ലല്ലോ. സുപ്ര, ഹയാബൂസ, നിഞ്ച H2R. എനിക്ക് സുപ്രയിലാണ് വൈകിട്ട് പോകുന്നത്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് റൊണാൾഡോ ഒന്ന് വിളിച്ച് നോക്കിക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് റൊണാൾഡോ പറഞ്ഞ് നീ പോയി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഗൈസ്. പറഞ്ഞപ്പോഴാണ് ഗൈസ് ഓർത്ത് നമുക്ക് മൊബൈലിൽ ബുക്ക് ചെയ്യാമായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് നേരെ നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്ത് വേറെ വണ്ടി എടുത്ത് നമുക്ക് സൂപ്പർ എടുത്തിട്ട് നമുക്ക് പോവാം ഗൈസ്. വണ്ടി വെള്ളത്തിനകത്ത് വീണേനെ ഇപ്പോൾ. അപ്പോൾ റൊണാൾഡോ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോ, നീ വീട്ടിൽ പോകുമ്പോൾ ഇഷ്ടമുള്ളൊരു വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ നമുക്ക് ട്രെയിനിൽ പോയിട്ട് അവിടെ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നേരെ പോവാം ഗൈസ്. നമുക്ക് നേരെ വണ്ടി ഗൈസ്. നമ്മുടെ വണ്ടി ഇടിച്ച് നമുക്ക് ഇതുവഴി എടുക്കാം. സൂപ്രയെ അങ്ങനെ ഇടിച്ചു ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുക്കാം ഗൈസ്. വണ്ടിയില്ല ഗൈസ്. നമുക്ക് നേരെ പോയി റൊണാൾഡോയെ വിളിച്ച് നമുക്ക് ട്രെയിൻ യാത്രയ്ക്കായി പോവാം ഗൈസ്. ട്രെയിൻ യാത്ര ജുറാസിക് പാർക്കിൻ്റെ അവിടെ നിർത്തുവാണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് റൊണാൾഡോയും കൂടെ വിളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ജുറാസിക് പാർക്കിൻ്റെ അടുത്തായി നമ്മൾ. ഇനി നമുക്ക് കുറച്ചുകൂടെ പോകണ്ട ഗൈസ്. പോയിട്ട് വേണം നമുക്ക് ജുറാസിക് പാർക്കിലോട്ടൊന്ന് പോകാൻ. നമ്മൾ അകത്തോട്ടൊന്നും പോകുന്നില്ല, വെളിയിലൊന്ന് കണ്ടിട്ട് വരുന്നേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇനി അവിടെ പോകാം ഗൈസ്. റൊണാൾഡോ വന്നേക്കുന്നോണ്ട് ട്രെയിൻ ഫുള്ള് ആരുമില്ല. നമുക്ക് വേണ്ടി തന്നേക്കും ഒരു ട്രെയിൻ ഫുള്ള്. ഞാനാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ട്രെയിൻ ഫുള്ള് നമുക്ക് ഇങ്ങെടുത്ത് തന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റേഷൻ എത്താറായി ഗൈസ്. നമുക്ക് ബ്രേക്ക് പിടിക്കാം. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് കടന്നു ഗൈസ്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കാം ഗൈസ്. ട്രെയിൻ നിൽക്കുന്നില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് ബാക്കിലോട്ട് ട്രെയിൻ കൊണ്ടുപോകാം ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് ചാടി ഇറങ്ങാം. അപ്പോൾ ട്രെയിൻ നിൽക്കും ഗൈസ്. എവിടെ ആയോ ആവോ ഗൈസ്. അത് കഴിഞ്ഞ് ഇവിടെ അടുത്താണ് ജുറാസിക് പാർക്ക്. നമ്മൾ വെളിയിലൊന്ന് ഇപ്പം തന്നെ 3:30 റൊണാൾഡോയ്ക്ക് 4 മണിക്ക് ഫങ്ഷന് പോകണം. പിന്നെ 5:30 ഫ്ലൈറ്റാണ് ഗൈസ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ നേരെ റൊണാൾഡോയെ വിളിച്ച് ജുറാസിക് പാർക്ക് വരെ പോയിട്ട് വരാം ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് ഫങ്ഷന് പോകാനുള്ളവിടെ മരിച്ച് കാണിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ റൊണാൾഡോ ജുറാസിക് പാർക്കെല്ലാം കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി നേരെ ഫങ്ഷന് ഇപ്പം തന്നെ 4:05 അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഗൈസ്. നമുക്ക് നേരെ പോവാം. നമ്മൾ ഷോറൂമിൽ നിന്ന് റൊണാൾഡോ വിട്ടിട്ട് നമ്മളങ്ങ് പോവുകയാണ് ഗൈസ്.
റൊണാൾഡോ വിട്ടിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോവുകയാണ് ഗൈസ്. റൊണാൾഡോ നാട്ടിൽ വന്നേ നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കാനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം ഗൈസ്. നമുക്ക് നേരെ ഇനി സമയം പാഴാക്കില്ല ഗൈസ്. നമ്മൾ ഫുൾ സ്പീഡ് ഇട്ട് പോവുകയാണ് ഗൈസ്. ഇത് അവർ അറേഞ്ച് ചെയ്ത് തന്ന കാറാണ്. നമ്മുടെ കാർ അവർ വീട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഈ വീട്ടിൽ കിടക്കുന്ന 2 ബൈക്ക് നമുക്ക് തന്നേക്കുക, ആ കാറ് നമുക്കാണെന്നാണ് റൊണാൾഡോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടി നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വണ്ടിയാണിത്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത മീൻസ് നമ്മുടെ കമ്പനി, എനിക്കൊരു കമ്പനി ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ കാർ എക്സ്പോർട്ടിങ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ നമുക്ക് നേരെ അടിച്ചങ്ങ് വിടാം ഗൈസ്. ഗൈസ് നമുക്ക് നേരെ അടിച്ച് വിട്ട് ഡ്രിഫ്റ്റൊക്കെ അടിച്ച് നമുക്ക് പോവാം ഗൈസ്. കണ്ടോ ഗൈസ്, റൊണാൾഡോ ഇരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഏതൊരു വണ്ടി ഇടിച്ചു ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോകാൻ റൊണാൾഡോ അതിനുള്ള കാശ് കൊടുത്തോളും. റൊണാൾഡോ ഉള്ളതുകൊണ്ട് കാശിൻ്റെ കാര്യം വിഷയമില്ല. നമ്മുടെ വണ്ടിയുടെ ബമ്പർ ഊരിപ്പോയി. ഈ റൊണാൾഡോയ്ക്ക് വേണ്ടിയാ, അതുകൊണ്ട് നമുക്ക് റൊണാൾഡോ സേഫായിട്ട് പിടിച്ചിരുന്നോ കേട്ടോ. ഫങ്ഷൻ എത്താറായി. ഞാൻ ഇപ്പം ഞെക്കി കൊണ്ടുവിടും ഗൈസ്. വണ്ടി തകടം മറിഞ്ഞു ഗൈസ്. റൊണാൾഡോ ഈ വണ്ടി എത്ര തകടം മറിഞ്ഞാലും സേഫാണ് ഗൈസ്. അതായത് ഇന്നർ പ്ലാറ്റിന എന്ന് പറയുന്ന സംഭവം ഈ വണ്ടിക്ക് അതുകൊണ്ട് ഗൈസ്. അതുകൊണ്ട് അകത്തുള്ള ആൾക്കാർക്കൊന്നും പറ്റത്തില്ല. എക്സാമ്പിൾ റോൾസ് റോയ്സ് വണ്ടിയുടെ പാർട്സ് എല്ലാം പൊട്ടിപ്പോവും. റോൾസ് റോയ്സ് വണ്ടിയുടെ പാർട്സും പൊട്ടിപ്പോകത്തില്ല. നമ്മൾ റോൾസ് റോയ്സ് വേണ്ടെന്ന് പറഞ്ഞാണ് ഗൈസ്. നമുക്ക് നേരെ ഫംഗ്ഷന് പോയിട്ട് കാണാം ഗൈസ്. ഫംഗ്ഷന് പോയിട്ട് റൊണാൾഡോ എയർപോർട്ടിൽ കൊണ്ടുപോകുന്ന നേരം കാണിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എത്തി ഗൈസ്. അപ്പോൾ നമുക്ക് കാറ് നിർത്താം. ഇനി റൊണാൾഡോ ഫംഗ്ഷന് പോയിട്ട് എന്നിട്ട് കാണിക്കുന്നതായിരിക്കാം ഗൈസ്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കായിരുന്നു. ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു. നമുക്കിനി നേരെ എയർപോർട്ടിൽ വെച്ച് പിടിക്കാം ഗൈസ്. ഇനി റൊണാൾഡോ പോവുകയാണ്. ട്രെയിനേ നമ്മളെ കൊണ്ട് ഓടിപ്പിച്ചു. ഇനി ഫ്ലൈറ്റ് കൂടെ നമ്മളിവിടെ വരാൻ പറഞ്ഞ നമ്മൾ പെടും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം ഗൈസ്. ഗൈസ് നമ്മൾ വേറൊരു വണ്ടി ഇടിച്ചു ഗൈസ്. വഴി തെറ്റിപ്പോയോ എന്ന് ചെറിയൊരു സംശയമുണ്ട് റൊണാൾഡോ. ഇല്ല, നമുക്ക് സ്ഥലം സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളിനി നേരെ പോവുകയാണ്. നമ്മൾ ചെറിയൊരു കുറുക്കുവഴി ഇടുകയാണ് ഗൈസ്. നമ്മൾ രാവിലെ ഒരു വണ്ടി നന്നാക്കാൻ കൊടുത്തായിരുന്നു. എക്സാമ്പിൾ ആ വണ്ടിയാണ് ഈ വണ്ടി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് എൻ്റെ കമ്പനിയായിരുന്നു. അല്ലാതെ വല്ലോനും നമുക്ക് സ്പ്ലെൻഡർ അറേഞ്ച് ചെയ്ത് തരത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ റൊണാൾഡോ കൊണ്ടുവിടാൻ പോകാം ഗൈസ്. അപ്പോൾ ഈ വീട്ടിലുള്ള 2 വണ്ടി നമ്മുടെയാണെന്നാണ് പറയുന്നത്. റൊണാൾഡോ എല്ലാ സാധനം എടുത്ത് കാറിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നു. റൊണാൾഡോ എല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. വീടും അടച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ എയർപോർട്ടിൽ പോയി റൊണാൾഡോ കൊണ്ടുവിടാം ഗൈസ്. നേരെ പോട്ടെ. അപ്പോൾ നമുക്ക് റൊണാൾഡോ കൊണ്ടുവിടാം ഗൈസ്. പ്ലെയിനും നമ്മൾ തന്നെ ഓടിക്കണമായിരിക്കും. പ്രൈവറ്റ് ജെറ്റ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് നിർത്താം ഗൈസ്. നമുക്ക് ഇറങ്ങി നേരെ ഫ്ലൈറ്റിനകത്ത് കയറാം. റൊണാൾഡോ കയറിക്കോളും ഗൈസ്. നമുക്ക് ഫ്ലൈറ്റ് കയറി അതിനകത്ത് സ്വിച്ചൊക്കെ നോക്കി ഇപ്പോഴത്തന്നെ റൊണാൾഡോ വന്ന് കയറും ഗൈസ്.
കാരണം നമുക്ക് ഇത് ഓടിക്കാൻ അറിയുന്ന ടൈപ്പ് വല്ലതും ആണോ എന്ന് നോക്കാം ഗൈസ്. ഇപ്പോൾ ഈ ഫ്ലൈറ്റിനകമൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓടിക്കാവുന്ന ഫ്ലൈറ്റാണ് ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് അപ്പോൾ റൊണാൾഡോ ബാക്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വിടാം ഗൈസ്. ഗൈസ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. അപ്പോൾ റൊണാൾഡോ കൊണ്ടുവിടാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. റിയൽ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. റിയൽ ഗെയിം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് വലുത്. നിങ്ങൾ ഗെയിംസൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക ഗൈസ്.